ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബീർ ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടൊരു ക്രാഫ്റ്റാണ്. ഇതേ നോക്കി, ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഈ ബീർ ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ A4 പേപ്പറും പശയും കാപ്പിപ്പൊടിയൊക്കെ കൂടിയുള്ളൊരു മിക്സൊക്കെയാണ് സംഭവം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്പ്രേ പെയിൻ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് സ്പ്രേ പെയിൻ്റാണ്. ഏകദേശം 150 രൂപ ഇതിന് വില വരുന്നുള്ളൂ. ഇത് ഉപയോഗിച്ച് നമ്മുടെ ഒരു കുപ്പി, നമ്മുടെ ഒരു ബീർ ബോട്ടിൽ നമ്മൾ മൊത്തം പെയിൻറ്റ് ചെയ്തെടുക്കണം. ഡബിൾ കോട്ട് അടിച്ചു കൊടുക്കണം. ആദ്യം ഒരു കോട്ട് അടിച്ച ശേഷം അത് ഉണങ്ങിയ ശേഷം രണ്ടാമതൊരു കോട്ടും കൂടി അടിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 2 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത നമ്മളാ ഒരു A4 ഷീറ്റ് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ കർവ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കണം. റൗണ്ടിലൊന്നും എന്നൊന്ന് പറഞ്ഞുവിടാം. നമ്മൾ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ, ആ ഒരു മോഡലിൽ, അതിനെന്താ പറയുക എനിക്കറിയില്ല, ആ ഒരു മോഡലിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെ, നമ്മളത് കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ A4 ഇപ്പോൾ ഏകദേശം ഒരു പകുതി വരെ കട്ട് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ A4 മൊത്തം നമ്മൾ കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്, അതായത് നമ്മുടെ കാപ്പിപ്പൊടി. നമ്മളൊരു സ്പൂണിലേക്ക് കാപ്പിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ എടുത്ത കാപ്പിപ്പൊടി നമ്മളൊരു സ്പൂണിലേക്ക് കളഞ്ഞ ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ലൂസാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ആ ഒരു A4 പീസ് നമ്മളെ ആ ഒരു മിക്സിയിൽ മുക്കിയിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ A4 പീസും നമ്മൾ കോഫി പൗഡറിൽ മുക്കിയിട്ട്, അതായത് നമ്മുടെ ഒരു മിക്സിയിൽ മുക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ല വെയിലത്തൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഉണങ്ങിയ ശേഷം നമുക്കിത് നമ്മുടെ അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു A4 ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു A4 പീസ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആ ഒരു A4 പീസ് നമുക്കൊന്ന് കത്തിച്ചെടുക്കണം. കത്തിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോർഡറിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ചെടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ടാബ്ലറ്റിൻ്റെ ബോർഡിൽ വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെയാണ് നമ്മൾ ചെയ്തത്. ജസ്റ്റ് അതിൻ്റെ ബോർഡറിൽ നിന്ന് കത്തിച്ച് കൊടുക്കുക, എന്നിട്ട് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. നമുക്ക് ആ ബോർഡർ ഒരു ബ്ലാക്കിഷ് കളർ കിട്ടേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കത്തിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ പേപ്പറും നമ്മൾ കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഈ ഒരു രീതിയിലാണ് നമ്മൾ പേപ്പർ കത്തിച്ച ശേഷം നമുക്ക് ലഭിക്കുക. അങ്ങനെ അതേ നമ്മുടെ എല്ലാ പേപ്പറും നമ്മൾ കത്തിച്ചെടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്, നമ്മളെടുത്ത ഡബിൾ കോട്ടൊക്കെ അടിച്ച് വെച്ച് നമ്മൾ ആ ഒരു ബീർ ബോട്ടിലിൻ്റെ മുകളിലേക്ക് നമ്മൾ കത്തിച്ചെടുത്ത ഈ A4 പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പശ വേണം. പശയായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ ആഡ് ചെയ്ത ശേഷം അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഒരു സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ മിക്സിൽ നമ്മൾ ബ്രഷിലെടുത്തിട്ട് നമ്മുടെ ആ ഒരു ബീർ ബോട്ടിലിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ A4 പീസ് ഓരോന്ന് വെച്ച് നമുക്കതവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ പീസ് നമ്മൾ വെച്ച് ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ താഴെയൊക്കെ നമ്മൾ നമ്മുടെ ഫെവിക്കോൾ മിക്സ് നമുക്ക് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അടുത്ത പേപ്പറും കൂടി ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ അവിടെ പശ ആഡ് ചെയ്യുക, ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു A4 പീസ് നമുക്കതവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു പകുതിയുടെ അടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫെവിക്കോൾ മിക്സ് നമ്മൾ ആ ഒരു ബീർ ബോട്ടിലിൻ്റെ മുകളിൽ, അതായത് നമ്മൾ കടലാസൊക്കെ ഒട്ടിച്ചതിൻ്റെ മുകളിൽ A4 പീസ് ഒക്കെ ഒട്ടിച്ചതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അതെന്ന് പറയുമ്പോൾ അതിലെ ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നല്ല വെയിലത്ത് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മരത്തിൻ്റെ മുകളിലൊക്കെ നമ്മളെ വീട്ടിലെ ജനാലിലൊക്കെ അടിക്കാൻ പോകുന്ന വാർണിഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാൻ, ഒരു തിളങ്ങുന്നൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാ ഭാഗത്തും നമ്മുടെ വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാർണിഷ് അടിച്ച ശേഷം നമ്മൾ ആ ഒരു കുപ്പി ബീർ ബോട്ടിൽ ഏകദേശം ഒരു മണിക്കൂർ അത്യാവശ്യം വെയിലത്ത് വെക്കണം. എന്നാലേ അതവിടെ സെറ്റായി നിൽക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ വെയിലത്ത് വെച്ച് നല്ല സെറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത്, നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ചാക്ക് നൂലാണ്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു കുപ്പിയുടെ അറ്റത്ത്. എന്നിട്ട് നമ്മളെടുത്ത ആ ഒരു ചാക്ക് നൂല് നമുക്ക് അവിടെ കെട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളവിടെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളെ ബോട്ടിൽ ആർട്ടിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
Feel the waves cut through me, hypnotized by the sounds